എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. വല്ല സംശയം തോന്നിയാൽ അയാൾ എന്നെ കശാപ്പ് ചെയ്യും. സംശയം തോന്നാതിരിക്കാനല്ലടാ വേഷം മാറിയിരിക്കുന്നത്. വേഷം മാറിയപ്പോഴൊക്കെയാ തല്ലും കിട്ടിയിട്ടുള്ളത്. പിന്നെന്താ കുഴപ്പം? തല്ല് കിട്ടി പരിചയമുണ്ടല്ലോ. എടാ, ഇനി അഥവാ നീ മരിച്ചു പോയാലും നീ പേടിക്കേണ്ട വിജയ. ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചോളാം. ദാസ അറം പറ്റും. അറം പറ്റില്ല വിജയ. എടാ, 2 തുള്ളി രക്തം, 2 തുള്ളി, അത് AB പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ അന്വേഷണം പരിപൂർണ്ണ ജയം. അപ്പൊ ഞാനവിടെ വേലക്കാരനായി ചെന്നിട്ട് അയാളുടെ ഇവിടെ വിജയ് എത്ര പ്രാവശ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരണം? ഇതാ, ഇത് കണ്ടോ? ഇത് സൂചി കണ്ടല്ലോ. ഇത് അയാളുടെ കയ്യിലോ കാലിലോ കുത്തി കയറ്റണം. എന്നിട്ട് ഇത് കണ്ടോ, ഇത് പുറമോട്ട് വലിക്കണം. അപ്പൊ ബ്ലഡ് കിട്ടും. അത്ര തന്നെ. അപ്പൊ ഈ കുപ്പിയിൽ എന്തോ പറഞ്ഞല്ലോ, ഒറ്റ കുത്തു വെച്ചാണ്ടല്ലോ. ഇത് ക്ലോറോഫോം. ഇത് പഞ്ഞിയിലെ 1-2 തുള്ളി ഇറ്റിച്ചിട്ട് വേണം ആ ഭീകരന്റെ മൂക്കിൽ വെച്ച് അമർത്താൻ. അപ്പൊ അയാൾ ബോധം കിടും. എന്നിട്ട് വേണം ബ്ലഡ് എടുക്കാൻ. അത്രേ ഉള്ളൂ. അപ്പൊ ക്ലോറോഫോം മൂക്കിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ സമ്മതിക്കും അല്ലേ? അയാൾ ഉറങ്ങുമ്പോ വേണം ഇത് മൂക്കിക്കൊണ്ട് വെക്കാൻ. അത് ശരി. അപ്പൊ ഞാനിവിടെ ആദ്യം വേലക്കാരനായി ചെന്നിട്ട് പിന്നെ അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വിഷ് യു സക്സസ്. അപ്പൊ ഈ സിറിഞ്ചിന്റെ അമ്മൂമ്മയുടെ മനസ്സിലായി. ആരാ? ഞാൻ എന്ത് വേണം? നന്നായി ജോലി ചെയ്യാൻ അറിയാവുന്ന എനിക്ക് സാർ ഒരു ജോലി തരണം. ഇവിടെ ജോലിയൊന്നുമില്ല. ചോറും കറിയും തെക്കൻ സ്റ്റൈൽ, വടക്കൻ സ്റ്റൈൽ, മധ്യകേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ. ഇവിടെ പാരം വേണ്ട. കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല സാർ. ഓടാവുന്നു. ഭക്ഷണവും വേണ്ട സാർ. എന്തായി? അയാൾ ഗെറ്റ് ഔട്ട് അടിച്ചു. എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നാലെങ്ങനെ? ഒന്നുകൂടെ ചെന്ന് നോക്ക്. കൂലി വേണ്ട, ഭക്ഷണം വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഇനിയും ചെന്നാൽ അയാൾ ഇടിക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ദാസ. ആ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ അയാൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ചോര എടുക്കാലോ. അയാളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് തെളിവുകൾ എവിടെ? എന്നാൽ ഇനി നീ താടി ഒട്ടിച്ച് ചെല്ല്. താടി ഒട്ടിച്ചാലൊന്നും എനിക്ക് വേലക്കാരന്റെ ലുക്ക് കിട്ടില്ലടാ. ഈ ചുറ്റുപാടി തന്നെ മറ്റേതെങ്കിലും വീട്ടിൽ കയറിയാലും മതി. അതുകൊണ്ടെന്താ കാര്യം? എപ്പോഴും നമുക്ക് അയാളെ വാച്ച് ചെയ്യാൻ പറ്റും. അയാളുടെ നീക്കങ്ങളും നമുക്ക് കാണാം. രാത്രി വന്ന് രക്തം കൊടുക്കാം. ആ വീട്ടിൽ ചെന്ന് നോക്ക്. വേണം. നമുക്ക് മെഡല് വാങ്ങണ്ടേ, പേരെടുക്കണ്ടേ, ഉയർന്നുയർന്ന് വലിയ ഉദ്യോഗസ്ഥന്മാരാകണ്ടേ, ജോലിയില്ലാതെ തെണ്ടി നടന്നപ്പോ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണ്ടേ? വേണം. വലിയ വീട്, കാറ്, AC, ഫ്രിഡ്ജ്. അതാ പറഞ്ഞ മോച്ചല്ലേ. ആ വീട്ടിലോട്ട് കയറിച്ചല്ലേ. ചെല്ലേ. എന്ത് ജോലിയും ചെയ്യും. അതിന് ഞാനെന്ത് വേണം? എച്ചിൽ പാത്രം കഴുകും, നിലം തുടക്കും, വിറക് കീറും, വെള്ളം കോരും. പോരിക്കോ? പട്ടതിപ്പാദങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് ഇവിടുത്തെ കൊച്ചമ്മയെന്ന് എല്ലാവരും പറഞ്ഞു. പറഞ്ഞു എന്നെ പറ്റി ആയിരിക്കില്ല. തനിക്ക് വീട് മാറിയതാവും. കൊച്ചമ്മ, ഈ തങ്കപ്പനൊരു പാവാണ് കൊച്ചമ്മ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. അയ്യോ, അത് താടി അല്ല, മുടിയല്ല, താടി. താനൊന്ന് പോയാട്ടെ. ഇവിടെ ജോലിക്ക് ആരെയും വേണ്ട. ആരെവിടെ? തന്നോട് പോകാനല്ലേ പറഞ്ഞത്? നമസ്കാരം അമ്മേ. ഇവനാരാ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ? എന്നെ അടുക്കള പാത്തിക്കുക. ഏയ്, ഇതിലല്ല, അപ്പുറത്തോട് വാ. ഊരും പേരും അറിയാത്തൊന്നും വീട്ടിൽ കയറ്റരുത്. അത് പറയാ നീ ആരാ? എടാ, വായ വെച്ചിരിക്കാതെ അപ്പുറത്തോട് വാടാ. നന്ദി അമ്മേ, നന്ദി. അങ്ങനെ വരട്ടെ. എനിക്ക് വീട്ടിൽ വല്ല അധികാരമുണ്ടെന്ന് ഇന്ന് അറിയണം. അതിന് അവൻ പറഞ്ഞില്ല. നിനക്ക് ഈ വീട്ടിൽ അധികാരമില്ല, വിധികാരമില്ല. അപ്പുറത്തോട്ട് വാടാ. വഴിപോക്കൻ. പോയല്ലോ. പവർക്കട്ടിന് സമയം മാറിയത് ഓർത്തില്ല. അങ്കപ്പാ, ടാങ്ക് നിറക്കണം. ഞാനോ? പിന്നെ ഞാനോ? അങ്ങ് 2ാം നിലക്കും മേലെയുള്ള ടാങ്ക് ഞാൻ നിറക്കണം അല്ലേ? സംസാരിച്ചെത്താൻ നേരമില്ല.
പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വേഗം വേണം. കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ? എടാ, കുത്തിരുന്ന് ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പ, ഞങ്ങളുടെ കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടും, ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കുന്നത് വല്ല ഊട്ടിന് വല്ലയിടത്ത് പോടാ. എല്ലും മുറുകെ പണിയെടുത്താ പല്ല് മുറുകെ തിന്ന. അതാണ് ഇവിടുത്തെ പ്രമാണം. നിന്റെ അല്ല തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കീറടാ. എടാ കീറടാ. ആ, അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പേ ഇത് മുഴുവൻ അലിക്കിടണം. അതും ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ മറ്റോനിരിക്കണ്ട ഇവിടെ. കണ്ടവളുടെ വീഴ്പ്പലക്കാനാണോ ഈശ്വര നീ എന്നെ സീഡിയാക്കിയത്? എടാ ദാസാ, എന്താ 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 നീ പിറുപിറുക്കണേ? ഒന്നുമില്ലേ? എടാ നീ വെള്ളം നോക്കില്ലേ? അവനോട് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ അടുക്കള വെള്ളം ഞാൻ എന്ത് ചെയ്യും? തന്നെത്താൻ കോരിക്കൊള്ളണം. നീ കീറണ. ഞാൻ നിയമിച്ച വേലക്കാരനെ ഭരിക്കും ഇവിടെ വേറെ ഒരുത്തി വരണ്ട. ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് വേണം ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ. എന്റെ മകനായതിനു ശേഷം അല്ലേ നിന്റെ ഭർത്താവായത്? ഓ എടാ തങ്കപ്പ, നിന്നോടാ പറഞ്ഞത്. എടാ നോക്കി നിൽക്കാതെ കീറണ. എനിക്കൊരു കുന്തവുമില്ല. കൈയും കഴുകി വെട്ടി വീഴാനങ്ങ് വന്നേക്കട്ടെ. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ട. കീറിക്കോ കീറിക്കോ. ആരാ സാറിവിടെ? സാറിവിടെ ആരാടോ താൻ? ഞാൻ ആരാ? അവന്റെ ഇവിടുത്തെ പുതിയ വേലക്കാരനാ തങ്കപ്പൻ. ആ പാടെ ഒരു പിശാചിനെ പോലെ ഉണ്ടല്ലോ. വാതിൽ തുറന്നപ്പോ ഞാനങ്ങ് വരണ്ടു പോയി. ആഴ്ചക്ക് അശ്രീരാണെങ്കിലും ഒരുവിധം പണിയൊക്കെ ചെയ്യും. നീ നിലം തുടക്കി തങ്കപ്പ. ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ. വല്ലതും കട്ടോണ്ട് പോയാലോ? എങ്കിലും അവന്റെ അധോഗതിയായിരിക്കും. നീ കൂടാ. എവിടുന്ന ഈ വഴിക്ക്? മോനെ ഡേക്കറിന്ന് കൊണ്ടുവരാൻ പോയതാ. അന്ന് ശോഭയുടെ വീട്ടിൽ വരാൻ തോന്നിയത് എന്റെ ഭാഗ്യം. ദിവസങ്ങളോളം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഭീകരനെ അന്ന് കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ ഞാൻ കൊണ്ടൊന്ന് കാപ്പി കുടിക്കാതെ പോയത്. അതിനെന്താ, കാപ്പിയേക്കാൾ വലുതല്ലേ കേസ് അന്വേഷണം? തിരക്കില്ലെങ്കിൽ ഇന്ന് അവിടം വരെ ഒന്ന് വരണം. അമ്മ 1-2 തവണ അന്വേഷിച്ചു. തിരക്കാണ്, എങ്കിലും വരാം. പിന്നെ ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല. ഇരിക്കേട്ടോ, ഓടിക്കളയരുത്. ഇപ്പൊ വരാം. സിഐഡിയോ? സിഐഡി നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഓരോരോ ആവശ്യങ്ങൾക്കായി അങ്ങും ഇങ്ങും അലയുകയായിരുന്നു. അലേണ്ടി വരും. കേതുവല്ലേ? അല്ല, രാമദാസൻ. അതല്ല എന്റെ സിഐഡി. ഇപ്പൊ കേതുർദേശല്ലേ? അതറിയില്ല. കഷ്ടം. പിന്നെ എങ്ങനെയാ ഫലം അറിയാ? ഫലത്തിന് ദോഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ പ്രതിവിധി ചെയ്യണ്ടേ? ആയില്യക്കാരനിപ്പോ കേതുവായിരിക്കും. മോശം കാല, അലച്ചിന് കൂടും. ഞാനൊന്നും നോക്കിക്കാറില്ല അല്ലേ? ഇല്ല. ഞാനൊരു 100 വട്ടം എന്റെ മോന്റെ ജാതകം നോക്കിച്ചിട്ടുണ്ടാവും. ഒരു കണിയാനും പറഞ്ഞില്ല 32ാമത്തെ വയസ്സ് ഇങ്ങനെ ഒരു ചതി നടക്കുന്നു. പക്ഷെ ഇത് ചിലപ്പോ പറയാൻ പറ്റില്ലായിരിക്കും ഇല്ലേ? വെറുതെ അങ്ങ് മരിച്ചതല്ലോ, എന്റെ മോനെ കൊന്നതല്ലേ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? മോനോടൊരു കാര്യം പറയണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാണ്. എന്ത് കാര്യം? മോൻ വിചാരിച്ചാൽ നടക്കും. CID ആണല്ലോ. സൂര്യ വെളിച്ചം പോലെ കത്തിക്കൊണ്ടിരുന്ന നിലവിളക്ക പെട്ടെന്ന് അങ്ങ് അണഞ്ഞുപോയി. ഇപ്പതാ നാഥനില്ലാത്ത കുടുംബവും. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞില്ല. എന്റെ മോനെ കൊന്നതാരാണെന്ന് ഒന്ന് കണ്ടുപിടിച്ചു തരണം. വേറൊന്നിനുമല്ല, എന്തിനാ ഈ മഹാഭാവം ചെയ്തതെന്ന് ചോദിക്കാം. അല്ലാതെ എന്താ അമ്മേ?
ഞാൻ വെറുമൊരു അപരിചിതനാണ്. എങ്കിലും അമ്മയോട് ദേഷ്യം തോന്നരുത്. രാജേട്ടൻ പോയ പിന്നെ അമ്മ ഇതുവരെ നോർമൽ ആയിട്ടില്ല. ഞാൻ അതല്ല ചോദിച്ചത്. മനസ്സിലായി. രാജേട്ടനെ ആരെങ്കിലും കൊന്നതാണോന്നല്ലേ? അതെ, അങ്ങനെ പറഞ്ഞു. ശരിയാണ്. ഇൻസ്പെക്ടർ ആയിരുന്നു. ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. കഞ്ചാവ് കടത്തുന്നവരുടെ ലോറി തടയാൻ ശ്രമിച്ചതാണത്രേ. ആരാണത് ചെയ്തതെന്ന് തെളിഞ്ഞില്ലേ? തെളിഞ്ഞാലും ഇല്ലെങ്കിലും രാജേട്ടനെ തിരിച്ചു കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കേസിന്റെ പുറകെ പോയില്ല. പോയിരുന്നേല് അമ്മയും നിജിമോനും പട്ടിണി കിടന്നേനെ. അല്ല, ഈ മർഡർ കേസ് ആവുമ്പോ ആർക്കാണ് താല്പര്യം? സർക്കാരിനോ അതോ വക്കീലന്മാർക്കോ? കൊലപാതകമല്ലെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചത്, ആനുകൂല്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ. വിധവയുടെ അവകാശം എന്ന നിലയിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തരാൻ ആരൊക്കെയോ ശ്രമിച്ചു. പക്ഷേ രാജേട്ടന് 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസത്തെ കുറവുണ്ടെന്ന് പറഞ്ഞ് സർക്കാർ അത് നിഷേധിച്ചു. അതൊന്നും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ ചെന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ കാവലിരിക്കണമായിരുന്നു. ഇപ്പോ അഭിമാനമെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സമാധാനിക്കാം. എത്ര കഷ്ടപ്പെട്ടാലും എന്റെ മോനെ ഒരു നല്ല നിലയിലാക്കണമെന്ന പ്രാർത്ഥന എനിക്കുള്ളൂ. ശോഭയുടെ അച്ഛനും അമ്മയൊക്കെ അവരെന്നെ നേരത്തെ എഴുതി തള്ളിയതാണ്. സ്പോർട്സ്മാനായ രാജേട്ടനെ സ്നേഹിച്ചതിന്, വിവാഹം കഴിച്ചതിന്. ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് പറയാൻ പറ്റും. ഇത്രയും പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരാളാണ് ശോഭയെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാനൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്. മറന്നേ പറ്റൂ. അമ്മയുടെ വിശ്വാസം ഇജിമോന്റെ ജാതകദോഷം കൊണ്ടാണ് രാജേട്ടൻ മരിച്ചതെന്നാണ്. സത്യത്തിൽ അമ്മയെ ഭയന്നിട്ടാ ഞാൻ ജോലിക്ക് പോകുമ്പോൾ മോനെ ഡേ കെയറിലാക്കുന്നത്. അല്ലാതെ കാശുണ്ടായിട്ടൊന്നുമല്ല. ശോഭയ്ക്ക് വിരോധമില്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാം. എന്ത് ജോലി? ഗവൺമെന്റ് സർവീസിൽ തന്നെ. കിട്ടില്ല. അങ്ങനെ പറയരുത്. ഒരു വലിയ സമരമാണ് നമ്മുടെയൊക്കെ ജീവിതം. പൊരുതിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ.